ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിമത വൈദികരെ, എന്തായി? എന്തൊരു തള്ളായിരുന്നു. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വിമത വൈദികരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഈ ഓർമ്മ വരുന്നത് പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന ചൊല്ലാണ്. ഇന്നലെ പാമ്പ്ളാനി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ PRO പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ ജോഷി പുതുവയിലൂടെ പ്രസിദ്ധപ്പെടുത്തിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഞാനത് ഒന്നുകൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ഈ വീഡിയോ ചാനലിൽ നമ്മൾ ഉറച്ചു നിന്നെടുത്ത ഒരു നിലപാടുണ്ട്. ആ നിലപാടിനെ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങേയറ്റം സാധൂകരിക്കുന്ന സംഗതികളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ പ്രസ് റിലീസിലെ ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കട്ടെ. അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട എല്ലാവരുടെയും അറിവിലേക്കായി നൽകുന്നത് എന്ന വാചകത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ PRO ഫാദർ ജോഷി പുതുവ 23/1/2025 ഇന്നലെ നമ്മെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വായിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിമന്യ പാമ്പ്ളാനി പിതാവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ചില ഗ്രൂപ്പുകളും വ്യക്തികളും പ്രസ്താവനകളിലൂടെ തെറ്റിദ്ധാരണ പരത്തുന്ന വിധം ചില വിഷയങ്ങളിൽ ധാരണയായെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുന്നതിനും പരസ്പര വിശ്വാസം വളർത്തുന്നതിനും മുറിവുകൾ ഉണക്കുന്നതിനും വേണ്ടിയാണ്. ചർച്ചകളുടെ വെളിച്ചത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പുമായി ആലോചിച്ചതിന് ശേഷം മാത്രം അറിയിക്കുന്നതാണ് എന്ന നിലപാട് അഭിമന്യ പാമ്പ്ളാനി പിതാവ് തുടക്കം മുതൽ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരം പ്രസ്താവനകളിലൂടെ തെറ്റിദ്ധാരണ പരത്തുന്നതിനും ചർച്ചകളെ തിരിച്ചുവിടുന്നതിനും ശ്രമിക്കുന്നത് നിലപാടുകളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. വിവിധ തലങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം അതിരൂപതയ്ക്ക് നന്മയാകുന്ന തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിന് മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുന്നതിനാണ് മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അനവസരത്തിലുള്ള പത്രപ്രസ്താവനകളോ പത്രസമ്മേളനങ്ങളോ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രവചനങ്ങളോ ആരും നടത്തരുത്. അതിരൂപത PRO നൽകുന്നതായിരിക്കും അതിരൂപതയുടെ ഔദ്യോഗിക നിലപാടുകളും തീരുമാനങ്ങളും. ഇതാണ് ജോഷി പുതുവച്ചൻ പാമ്പ്ളാനി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം നൽകിയിരിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. ഇപ്പോഴത്തെ ചർച്ചകൾ എന്തിനാണ്? യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുന്നതിന്, പരസ്പര വിശ്വാസം വളർത്തുന്നതിന്, മുറിവുകൾ ഉണക്കുന്നതിന്. ഈ ചർച്ചകൾക്ക് ശേഷം തീരുമാനങ്ങൾ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പും ആലോചിച്ചതിന് ശേഷം മാത്രം അറിയിക്കുന്നതാണ് എന്ന നിലപാട് അഭിമന്യ പാമ്പ്ളാനി പിതാവ് തുടക്കം മുതൽ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാമ്പ്ളാനി പിതാവ് നിലപാട് അറിയിച്ചു കഴിഞ്ഞു എന്ന ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിരുന്നു. ഈ ഏകം ന്യൂസിലൂടെയും അല്ലാതെയും ഈ പ്രസ്താവനകൾ ഇറക്കുന്നത് തെറ്റിദ്ധാരണ പരത്തും, ചർച്ചകൾ വഴിതിരിച്ചു വിടും. മാത്രമല്ല, ഈ വൈദികരുടെ നിലപാടുകളെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത് ഒരച്ഛൻ മാത്രമാണ്. അദ്ദേഹത്തിന് പുറകിൽ മറ്റൊരച്ഛൻ നിൽപ്പുണ്ടായിരുന്നു, എന്നാൽ ഒരച്ഛൻ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞതൊന്നും സത്യമല്ലെന്ന് ഇതാ വളരെ വ്യക്തമായി സഭ ഔദ്യോഗികമായി നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. വിമത വൈദികരുടെ വിശ്വാസ്യതയെല്ലാം ചോർന്നു പോയിരിക്കുന്നു. അവർ സ്ഥിരമായി നുണ പ്രചരിപ്പിക്കുന്നതിനാൽ ഇനി വല്ലപ്പോഴും നേര് പറഞ്ഞാൽ പോലും ആരും അവർ വിശ്വസിക്കുകയില്ല. അത്രമാത്രം അധപതനത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവർ കിടക്കുന്നത്. അതുപോലെ തന്നെ അൽമായ മുന്നേറ്റക്കാരുടെ ശൗര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. അവരുടെ ശരീരഭാഷയും മറ്റും പലരും നോട്ട് ചെയ്തിരുന്നു. എങ്കിലും ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടാകാനായി നാം കാത്തിരിക്കുകയായിരുന്നു. ഇനിയും
പരസ്യമായി സഭയെ എതിർക്കാനും മാർപ്പാപ്പയെ വെല്ലുവിളിക്കാനും തുനിഞ്ഞാൽ എന്താണ് അവരെ കാത്തിരിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. സഭയെ അനുസരിച്ച്, കർത്താവിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് മാർപ്പാപ്പയെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും ഏറ്റവും നല്ലത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.